ഈ സിങ്ക് എന്താ? സിങ്കിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ഉണ്ട്. ഇത് ഫുൾ സെറ്റ് ആണ്. അതെ, ഫുൾ സെറ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ വെജിറ്റബിൾ ഒക്കെ എടുത്തിട്ട് കഴുകാനായിട്ടേ നമുക്കിപ്പോ ഇവിടെ ഇങ്ങനെ ഈ ട്രേ സെറ്റ് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് ഇങ്ങനെ ഓൺ ആക്കാം. ഇപ്പൊ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ അല്ലേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് വേറെ ഒരു ഫ്ലോ കിട്ടും ഇങ്ങനെ. അതുപോലെ തന്നെ ഇത് പുൾ ഔട്ടും കൂടെയാണ്. ഇങ്ങനെ പുള്ളിങ്ങനെ എടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വെജിറ്റബിൾ വാഷ് ചെയ്യാനായിട്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടേക്ക് നീക്കി വെക്കാമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോയിൽ വെള്ളം കിട്ടും. അതേപോലെ തന്നെ ഇതിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചെറിയ ടാപ്പ് ഉണ്ട്. വാട്ടർ പ്യൂരിഫയറിന്റെ ഔട്ടാണ്. ഓ, ഇത് കുടിക്കാനുള്ള വെള്ളം. വാട്ടർ പ്യൂരിഫയറിന്റെ ഔട്ടാണ്. അതുപോലെ ഡിറ്റർജന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം എക്സ്ട്രാ ഒരു കുറെ സാധനങ്ങൾ മൾട്ടിപർപ്പസ് എന്നൊക്കെ വേണം പറയാം. ഗ്ലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാമെങ്കിൽ കണ്ടോ ഗ്ലാസ് ക്ലീൻ ആയിട്ട് കിട്ടും. എനിക്കും ചെയ്തു നോക്കും. കുപ്പിയൊക്കെ കഴുകാൻ പറ്റിയ കുപ്പിക്കൊക്കെ കഴുകാൻ പറ്റും. കുപ്പി കഴുകാൻ പറ്റിയ സാധനം അതുള്ള കുപ്പി കഴുകാനും കുപ്പിക്കൊക്കെ കഴുകാനും പറ്റിയ സാധനം. സാധാരണഗതിയിൽ അടുപ്പിന് വൺ സൈഡിൽ നിന്ന് ആക്സസ് ഉണ്ടാകത്തുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സൈഡിൽ നിന്ന് ഇതിന് ആക്സസ് ഉണ്ടാവും. അതേപോലെ ഇതിന് തൊട്ട് അപ്പുറത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫയർ കിച്ചൺ ആണ്. ഈ ഫയർ കിച്ചണിലും നമുക്ക് ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ഫ്ലോയും കൂടെ നമുക്ക് പുൾ ഔട്ട് ആണ്. നമുക്ക് ഇങ്ങനെ ഇത് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിന്റെ ടോപ്പൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഈ പുൾ ഔട്ട് നമുക്ക് യൂസ് ചെയ്യാം.